ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിൽ 1-ാം അധ്യായത്തിൽ 29-ഉം 30-ഉം ഈ 2 വരികളാണ് നമ്മൾ അതിൻ്റെ അർത്ഥം പറയണം കേട്ടോ. തസ്യാം തു കഹിചിച്ചൗരീർവസുദേവാം കൃതോത്വഹാം ദേവഗ്യാസൂര്യയാം സാർദ്ധം പ്രയാണേ രഥമാരുഹത് ഉഗ്രസേനസുതാ കംസം സ്വസു പ്രിയചികീർഷയാം രശ്മിൻ ഹയാനം ജഗ്രഹരൗകമൈരഥസദൈർവൃതാം. മധുരാപുരിയിൽ സുരസേനന്റെ പുത്രനായ വാസുദേവ ദേവകി എന്ന പേരായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. ഭാര്യയോടുകൂടി തൻ്റെ വാസസ്ഥലത്തേക്ക് പോവാൻ വേണ്ടി തേരിൽ കയറി. 2 പേരും കൂടി തേരിൽ കയറാണ് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. ഉഗ്രസേനന്റെ പുത്രനായ കംസന്റെ സഹോദരിയാണ് കേട്ടോ ഈ ദേവകി. ഉഗ്രസേനന്റെ പുത്രനായ കംസന്റെ സഹോദരിയാണ് ഈ ദേവകി. കല്യാണം കഴിച്ചു ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന സഹോദരിയുടെ നേരെ തനിക്കുള്ള സ്നേഹ അതിശയത്തെ കാട്ടാനായിട്ടാണ് ഈ കംസൻ കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. യാത്രയ്ക്ക് അനേകം തേരുകൾ തയ്യാറാക്കി അവയെല്ലാം സ്വർണാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരങ്ങളാക്കി അവയിൽ വെച്ച് മുഖ്യമായും സ്വർണമയമായി തോന്നിക്കുന്ന ആ രഥത്തിൽ ദേവകിയെയും വസുദേവരെയും കയറ്റിയിരുത്തി. തേർ തെളിക്കുന്നത് സാരഥി സ്ഥാനത്ത് വഹിക്കാൻ നിശ്ചയിച്ച കംസൻ തന്നെയായിരുന്നു. തേരിൽ കയറി കുതിരകളുടെ എത്ര കുതിരകളാണെന്നറിയും? 5 കുതിരകളുടെ അകമ്പടിയോടുകൂടി കടിഞ്ഞാൻ പിടിച്ചു. എന്നിട്ട് ഇതിൽ കയറിയ ഭാഗമാണ് ഇതിൽ വരെ പറഞ്ഞേക്കുന്നത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ.